ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്ന് രാവിലെ പീനട്ട് ബട്ടർ തേച്ചിട്ടുള്ള ബ്രെഡ് ടോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഒരു സവാളയും ടൊമാറ്റോയൊക്കെ ചേർത്ത് അങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നു. അത് ഇവർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്. ഇവർക്ക് പീനട്ട് ഇഷ്ടമായതുകൊണ്ട് അത് കൊടുക്കുന്നു. സവാളയൊന്നും റീച്ചാൻ അത്ര താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ അവർക്കൊന്നും അങ്ങനെ കൊടുക്കുന്നില്ല. എനിക്ക് ഇഷ്ടമായതുകൊണ്ട് എനിക്കതാണ് ഉണ്ടാക്കുന്നത്. അന്നേരം ഇന്ന് കാണിക്കുന്ന 2 ദിവസത്തെ വീഡിയോയാണ് കാണിക്കുന്നത് കേട്ടോ. ഒരു ദിവസത്തെ ഇച്ചിണിയുള്ളൂ, അതുകൊണ്ടാണ് 2 ദിവസത്തെ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അന്നേരം ഇന്നലെ ഞാൻ എൻ്റെ സിറ്റുവേഷൻ പറഞ്ഞില്ലേ, എൻ്റെ നട്ടും ബോൾട്ടും ഒക്കെ ഇളകി കിടക്കുവാന്ന്. പ്രസന്ന വന്ന് കമൻറ്റ് സോറി പറഞ്ഞു. എന്തിനാ പ്രസന്നെ സോറി? പ്രസന്നയ്ക്ക് അറിയത്തില്ലായിരുന്നല്ലേ, അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്. അപ്പം ഗീതേച്ചി കമൻ്റ് ഇട്ട്, സത്യം ഗീതേച്ചിയുടെ അവസ്ഥ കേട്ടിട്ട് സങ്കടം വന്ന് എനിക്ക്. അത്രയും ഒന്നും എനിക്കില്ല, കഷ്ടം. അതിന് 6 ഓപ്പറേഷൻ കഴിഞ്ഞ് ആ ശരീരത്ത്. പക്ഷേ എൻ്റെ കൂട്ടുള്ള ചില പ്രയാസങ്ങളുണ്ട്. പക്ഷേ അത്രയും ഓപ്പറേഷനൊന്നും എനിക്ക് ചെയ്തില്ല. എങ്ങനെ പാവത്തിൻ്റെ കാര്യം കേട്ടിട്ട് എനിക്കങ്ങ് വിഷമവും വന്ന്. ദൈവം നടത്തട്ടെ, ദൈവം ആരോഗ്യവും ബലവും കൊടുക്കട്ടെ. അതേ എനിക്ക് പറയാനൊക്കത്തുള്ളൂ, എനിക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ രാവിലെ ഞാൻ ഒരു ഉരുളൻകിഴങ്ങ് തോരനങ്ങ് വെക്കുന്നുണ്ട്. അതങ്ങ് അടപ്പത്ത് ആക്കിയ ചപ്പാത്തിക്കൊക്കെ വേണമെങ്കിൽ ഇവർക്ക് കൊടുക്കാൻ. ഈ തോരൻ പ്രൈസിന് കുഴപ്പമില്ല, അവൻ കഴിക്കും. അപ്പോൾ അത് അടപ്പത്ത് വെച്ചിട്ട്, ഇതെന്ന് പറയുന്നത് ആമസോണിൽ നിന്ന് വാങ്ങിച്ച മീനാണ്. അപ്പം പുതിയ ഒരു ടൈപ്പ് പാക്കിംഗ് ഒക്കെയാണ്. നേരത്തെ ഇങ്ങനെയുള്ള പാക്കിംഗ് അല്ലായിരുന്നു. പക്ഷേ മീനിലും നമ്മുടെ അയല ഇങ്ങനല്ലല്ലോ, ഒരു യെല്ലോ കളറല്ലേ. പക്ഷേ ഇത് വെച്ചിട്ട് നല്ല മാംസമൊക്കെ ഉണ്ട്, ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. പക്ഷേ ആ ടേസ്റ്റ് എനിക്കങ്ങോട്ട് പിടിച്ചില്ല. കാരണമില്ലേ, നമ്മളെത്ര നമ്മൾ കറി വെച്ചാലൊക്കെ ഒരു മസാല എനിക്കത് പറയാനറിയത്തില്ല എങ്ങനെയാണ്. ഇതിപ്പോൾ നേരത്തെ ഉള്ള വീഡിയോ ഇപ്പോഴും, പക്ഷേ ഇവിടെയൊക്കെ മീനുകൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിന് മുമ്പിട്ടുള്ള വീഡിയോ ആയിരുന്നു ഇത് കേട്ടോ. അപ്പോൾ അതൊന്ന് വെട്ടിയെടുക്കട്ടെ. ഇതിപ്പം അന്ന് ഞാൻ ഒരു പ്രാവശ്യം കറി വെച്ചിട്ട് പിന്നെ അതിൽ നിന്നെടുത്ത് ഇവർക്ക് വറുത്ത് കൊടുക്കുമായിരുന്നു. പ്രൈസന് പോളിലൊന്നും പറഞ്ഞില്ല, പക്ഷേ പ്രൈസൻ പറഞ്ഞു മമ്മി ഇതെനിക്ക് വേണ്ട. പക്ഷെ നല്ല മാംസമുണ്ട്. എന്നാൽ പന്ന ഉണങ്ങിയ മീനിൻ്റെ ടേസ്റ്റും അല്ല, പച്ച മീനിൻ്റെ ടേസ്റ്റ് തന്നെ. പക്ഷെ നമ്മുടെ അയലയുടെ അതും ഇതുമായിട്ടൊരു കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ അതിൻ്റെ ആ മുരുത്ത് വശം, ആ പുറകു വശം. നമ്മുടെ ഇല്ല മിനിങ്ങുന്ന ഒരു യെല്ലോ കളറല്ലേ. അപ്പം ഞാനിതൊന്ന് വെട്ടിയെടുക്കട്ടെ. 3 എണ്ണം. നേരത്തെ ആണെങ്കിൽ 4, ഇത് പക്ഷേ വലുതാണ്, വെയ്റ്റിൽ സെയിമാണ്, 1/2 കിലോയാണ്. മറ്റേത് 4 എണ്ണമായിരുന്നു. ഇതിപ്പം വലിയതാണ് ഇച്ചിരിയും കൂടെ, 3 എണ്ണം. മറ്റേത് ട്രാൻസ്പെറൻറ്റ് ആയിരുന്നു, നമുക്ക് കണ്ടാൽ മനസ്സിലാവും അകത്ത് എത്ര മീനുണ്ട് എന്ന്. ഇത് പക്ഷേ വേറൊരു പാക്കിങ്. ഇനിയും വേറെ എവിടെ നിന്നെങ്കിലും ഒക്കെ വരുന്ന മീനായിരിക്കാം. ഇനിയും കാണിക്കുന്ന ക്ലിപ്പെന്ന് പറയുന്നത്, ഞാനിത് ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നു. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഇതെന്താ നിങ്ങൾക്കറിയാമോ എന്നൊന്ന് പറയണേ. അപ്പോഴേ ഇന്ന് ഞാനൊരു പ്രൊഡക്റ്റ് അല്ല, ഒരു പച്ചക്കറി കാണിക്കാൻ വന്നേ. അബദ്ധത്തിൽ കിട്ടിയ പച്ചക്കറിയാണ്. അതായത് ഇങ്ങനെ ഇരിക്കും. ഞങ്ങൾ ആദ്യം ചിന്തിച്ച് ക്യാപ്സിക്കം ആയിരിക്കുമെന്ന്. അതായത് നമ്മൾ ജിയോ മാർട്ടിൽ നിന്ന് സാധനം ഓർഡർ ചെയ്തോണ്ടേ. ഇത് ഈ ക്യാരറ്റൊക്കെ ഉള്ള ആ ലൈനിൻ്റെ അകത്തായിരുന്നു ഇതും. അപ്പോൾ ക്യാരറ്റ് വേണമായിരുന്നു, ഹസ്ബൻഡ് വാങ്ങിച്ചാൽ. അത് ചെയ്ത് വന്ന ഉടനെ ഇങ്ങനൊരു സാധനം നോക്കിയുണ്ട്. ഇതിൻ്റെ പേര് സുക്കീനി, പക്ഷേ റേറ്റുള്ള ഈ ഒരെണ്ണത്തിന് ഇതിൽ കിടക്കുന്ന വില 105 രൂപയാണ്. 89 രൂപ ആയി ഇതിന്. അപ്പം ഞങ്ങൾ പിന്നെ കൊച്ചു പറഞ്ഞു മമ്മി ഇതേ കുക്കുംബറിൻ്റെ ടൈപ്പാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അല്ലട. അങ്ങനെ ഞാൻ ഗൂഗിളിൽ നോക്കിയുണ്ടേ, ഇത് നമ്മുടെ ഈ പീച്ചിങ്ങാണോ ചുരക്കിയാണോ ലോക്കി എന്ന് പറയും, അതിൻ്റെ അതുപോലൊക്കെ സബ്ജി ഉണ്ടാക്കുന്നതാന്ന് പറയുന്നത്. നല്ല പ്രോട്ടീനും ഇതുമൊക്കെ ഉള്ളേ. പക്ഷേ ഇത്രയും വിലയുള്ളതിൽ ഇതിൻ്റെ പ്രോട്ടീൻ ഗുണങ്ങളും കാണത്തില്ല. അങ്ങനെ അബദ്ധത്തിലാണ്. നിങ്ങൾ ആരെങ്കിലും ഇത് കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? സുക്കീനി എന്ന് പറയും. ഉണ്ടെങ്കിലൊന്ന് പറയണേ, കമൻറ്റ് ചെയ്യണേ. എന്തുവാന്നേലും അബദ്ധം പറ്റി. അപ്പം നമുക്ക് റിട്ടേണും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ കുത്തിയ വഴിക്ക് ഇങ്ങനെ കുത്തിയ വഴിക്ക് ഇതിലും വീട്. ഇങ്ങനെ ക്യാരറ്റ് പ്രസ് ചെയ്തോണ്ടേ ഇതിലും പ്രസ് ആയിപ്പോയി.
അത് നമുക്ക് തിരിച്ചു കൊടുക്കാനും പറ്റത്തില്ല. അയ്യോ 89 രൂപയ്ക്ക് എത്ര പച്ചക്കറി, എന്തെല്ലാം പച്ചക്കറി കിട്ടിയാലായിരുന്നു. ഈ ഒരെണ്ണം വെച്ചാൽ എത്ര മാത്രം കാണും. ഞങ്ങളിപ്പോൾ 5 പേര് ഇവിടെ ഉള്ളടുത്ത് ഈ ഒരെണ്ണം നമ്മൾ വെക്കുവാണെങ്കിൽ എന്തോ ക്വാണ്ടിറ്റി കാണും. അതുകൊണ്ട് ഇനി തിരിച്ചു കൊടുക്കാനും പറ്റത്തില്ല, നമുക്കങ്ങ് ഉപയോഗിക്കാനല്ല പറ്റത്തുള്ളൂ. കണ്ട ഒരു പച്ചമുളക്, നമ്മുടെ ക്യാപ്സിക്കം, പല ടൈപ്പിലെ ഷേപ്പിലുള്ള അങ്ങനെയായിരിക്കുമെന്നും പറഞ്ഞാണ് ഞങ്ങൾ ചിന്തിച്ചിരുന്നത്. പക്ഷെ നല്ല ഓമയ്ക്കുണ്ട്, നല്ല കട്ടിയുണ്ട്. അപ്പം അതൊന്നുമില്ല. ഇനി കട്ട് ചെയ്യുമ്പോൾ അറിയാം അകത്ത് എങ്ങനെയൊക്കെയാണ്. എന്തുവാണേലും മനുഷ്യർക്ക് പറ്റുന്ന ഓരോ അബദ്ധങ്ങളെ. പണ്ടത്തെ ഫോണായിരുന്നെങ്കിൽ ഇങ്ങനെ കാണാൻ വീഴുമായിരുന്നു. ഇപ്പോൾ ഈ ടച്ച് ഫോൺ മുഴുവൻ ഈ ക്യാരറ്റ് കുത്തിയുണ്ടെങ്കിൽ അത് സുബീനിക്കകത്ത് കയറിപ്പോയി. എന്തുവാണേലും കൊള്ളാൻ ഒരു നിവർത്തി ഉണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചു കൊടുത്തതിനായിരുന്നു. നമ്മൾ ചെയ്തില്ലായിരുന്നു എങ്കിൽ. ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങളാണ് പറ്റുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞേക്കണേ. ഇവിടുത്തെ നാളെ കാണാം ഇനി യൂട്യൂബിലെങ്ങാനും നോക്കിയിട്ട് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അന്നേരം ഞാൻ ഈ വീഡിയോ ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നു. ഫേസ്ബുക്കിൽ ഇട്ടാണ് എൻ്റെ ഒരു ആൻറ്റി USA അപ്പോൾ ആൻറ്റി റിപ്ലൈ തന്നു, ഇത് സാമ്പാറിൻ്റെ അകത്തും അവിയലിൻ്റെ അകത്തൊക്കെ ഇടാം, അല്ലെങ്കിൽ മെഴുക്കുപുരട്ടി പോലെ വെക്കാം, സവാളയൊക്കെ ഇട്ട്, പക്ഷേ ഓവർ കുക്ക് ആവല്ലെന്ന്. എനിക്കൊന്ന് USA സാധനമായിരിക്കും ഇത്. അത് ഞാനിപ്പം നിങ്ങളുടെ അടുത്തോടൊന്ന് ചോദിച്ചത് അറിയാവുന്നവരുണ്ടെങ്കിലെന്ന്. പക്ഷേ എനിക്ക് റിപ്ലൈ ഇങ്ങനെ ആൻറ്റി തന്നായിരുന്നു. അപ്പം ഞാനാണെങ്കിലേ മീൻകറി വെക്കാൻ മീനൊക്കെ വെട്ടിയായിരുന്നു. അതൊന്ന് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ. വെളുത്തുള്ളി ഇച്ചിരി ഒരു കളറാക്കി ഞാനിന്ന്. ഞാൻ മുളക് പൊടി ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചേ. അതിനുശേഷം പുളിവെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള അരപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പം ഞാൻ എന്തോ മൈൻഡിൽ നിന്ന് ഇച്ചിരി വെള്ളം കൂടിപ്പോയി. 3 മീനല്ല ഉള്ളായിരുന്നു, ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇനി അതവിടെ കിടന്നൊന്ന് തിളച്ച് വറ്റി വരട്ടെ. ഇച്ചിരി വറ്റിയപ്പോഴും ഇത്തിരി ചാറായിപ്പോയി. പിന്നെ ഞാനങ്ങ് ഇരിക്കട്ടെന്ന് വെച്ച്. അപ്പം മീനൊക്കെ ഒന്ന് വറ്റി വന്ന് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ഓഫാക്കിയിട്ടായിരുന്നേ. അന്നേരം ഞാൻ ഉച്ചയ്ക്ക് ചെടി എന്തോ ഒരു അലോവേരയും പനിക്കൂർക്കയും മാത്രമേ ഉള്ളൂ. അതിനിച്ചിരി വെള്ളം ഒഴിക്കാമെന്നും പറഞ്ഞ് ചെന്നുണ്ടേ. ഞാൻ ചിന്തിച്ച് അതിൽ നിന്ന് ഒരു തണ്ടെടുത്ത് തലയിലൊന്ന് തേക്കാമെന്ന്. നന്നായിട്ട് അത് ഇപ്പോൾ ഒന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലോട്ടാക്കിയാണ് അത് നന്നായിട്ട് അടിയിൽ നിന്ന് പൊട്ടി മുളച്ച് വരുന്നുണ്ട് നന്നായിട്ട്. അപ്പം ഞാൻ ആ ജെല്ലി ഒന്ന് എടുത്തപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് എന്നാൽ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ ആ സൈഡിലത്തെ ആ മുള്ളെടുത്ത് കളഞ്ഞിട്ട് ഇങ്ങനെ പീസുകളാക്കിയിട്ട് ഞാനിങ്ങനെ പീസാക്കിയിട്ട് പിന്നെ ഞാനൊരു ബൗളിലാക്കി കൈ കൊണ്ട് നന്നായി ഉടച്ചിട്ട് ഞാനൊന്ന് തലയെ കുറച്ച് നേരം തേച്ച് എന്നിട്ട് തലയെ തേച്ച് ഞാൻ പിന്നെ തലയങ്ങ് കെട്ടിവെച്ച് കുറച്ച് 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് കുളിച്ച് കഴിഞ്ഞാൽ എന്ത് നല്ല സുഖമായിരുന്നു. നല്ല തലയ്ക്കൊക്കെ അങ്ങ് നല്ലൊരു തണുപ്പ് പോലെ. നന്നായിട്ട് തണ്ടുണ്ട്. ഇങ്ങനെ തലയെ തേക്കുന്ന നല്ലതാണ് ഇത്. ഞാൻ സമയം എടുക്കാറില്ല, എടുത്ത് നമ്മുടെ ഇതിനു വേണ്ടി മെനക്കെടാറില്ല. പിന്നെ ഇതെന്തൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുമെന്ന് നിങ്ങൾ പറയണേ. അലോവേരയുടെ ജ്യൂസ് കുടിക്കുമെന്ന് കേട്ടിട്ടുണ്ടോ? നമുക്കൊരു എങ്ങനെയാ ടേസ്റ്റ് ഒന്നും അറിയത്തില്ല. നന്നായിട്ട് ഇപ്പോൾ അതിൻ്റെ അടിയിൽ നിന്നും നന്നായിട്ട് കിളുത്ത് വരുന്നുണ്ട്. ഞാനങ്ങനെ ചെയ്യാറില്ല, ഇന്നൊന്ന് ചെയ്തേക്കാമെന്ന് വെച്ച്. അന്നേരം ഇത്രയും ഇന്നത്തെ വീഡിയോ ആയിരുന്നു. ഇനിയും കാണിക്കുന്നത് പിറ്റേ ദിവസത്തെ വീഡിയോയാണ്. അത് രാവിലെ അന്നേരം ഇവിടെ നൂഡിൽസാണ് ഉണ്ടാക്കിയത്. അപ്പോൾ പച്ചക്കറി ഇടാതെ ഉണ്ടാക്കിയവർക്ക് അങ്ങനെ ഉണ്ടാക്കി, പിന്നെ അതിൻ്റെ അകത്ത് ചീസ് ഇട്ട് വേണ്ടിയവർക്ക് അങ്ങനെ ചീസ് ഇട്ടുണ്ടാക്കി. അങ്ങനെ പല രീതിയിൽ ഓരോരുത്തർക്കും ഉണ്ടാക്കി. അപ്പോൾ രാവിലത്തേത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു മുട്ടക്കറി വയ്ക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു കുറച്ച് ബാക്കി, അതങ്ങ് ഞാൻ തിളപ്പിച്ച് വെച്ച്. അപ്പം ഞാൻ അതൊന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട്. അപ്പോൾ ഉച്ചയ്ക്ക് അത് ചോദിച്ചുകൊണ്ടേ ആൾക്കാർക്ക് വേണ്ട. അപ്പം പിന്നെ ഞാൻ അതെടുത്ത് വറുത്ത്. അത് പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. വറുത്തെന്ന് പറയാൻ കുറച്ച് ഓയിലൊഴിച്ച് ആ കറി വെച്ച മീൻ തന്നെ എടുത്ത് ഞാൻ ഒരു കുഴുവൻ പാത്രം ഉണ്ടല്ലോ, ഞാൻ തലയൊക്കെ ഡീപ് ഫ്രൈ ചെയ്തേ, അതുപോലുള്ളതിൻ്റെ അകത്ത് ഇച്ചിരി ഓയിലൊഴിച്ചിട്ട് ഡീപ് ഫ്രൈ പോലെ എടുത്ത് അന്നേരം എല്ലാവരും കഴിച്ച്. അപ്പം ഞാനിന്നത്തെ മുട്ടക്കറിക്കകത്ത് കടുകിൻ്റെ കൂടെ ഇച്ചിരി പെരിഞ്ചീരകം കൂടി ഇട്ടേ. എന്നിട്ടാണ് സവാളയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയത്. ഇപ്പം പോസ്റ്റ് ഓഫീസിൽ നമ്മൾ ഈ കൊറിയർ ചെയ്യത്തില്ലേ,
അതിനേക്കായി റേറ്റ് കുറവായിരുന്നു നേരത്തെ പോസ്റ്റ് ഓഫീസിൽ. ഇപ്പം അത് വില കൂട്ടി. അത് ഇപ്പം കൊറിയറിനേക്കായി റേറ്റാണ് പോസ്റ്റ് ഓഫീസിൽ. കാരണം എനിക്ക് നാട്ടിൽ നിന്ന് ഇച്ചിരി സാധനം അയക്കാൻ നേരം പോസ്റ്റ് ഓഫീസിൽ ചെന്ന് ചോദിച്ചോണ്ടേ ആദ്യം DTDC ചെന്നുണ്ടേ 13 കിലോ ഉള്ള സാധനത്തിന് 2000 ചില്ലുവാനും രൂപ. അതിൻ്റെ അകത്തെ സാധനങ്ങൾക്ക് അത്രയും വിലയില്ലായിരുന്നു. പിന്നെ അത് പോസ്റ്റ് ഓഫീസിൽ ചെന്ന് ചോദിച്ചപ്പോഴും നേരത്തെ പോസ്റ്റ് ഓഫീസിൽ എവിടെ അയച്ചാലും 50-60 എനിക്ക് കറക്റ്റ് അറിയത്തില്ല, അത്രയും കണ്ടായിരുന്നു റേറ്റ്. ഇപ്പം പക്ഷേ അതിനേക്കാൾ ഡബിൾ ചാർജായെന്ന് പറയുന്നു. ഇപ്പം ഹൈറ്റ്, നീളവും ബോക്സിൻ്റെ നീളവും വീതിയും പിന്നെ ദൂരം അനുസരിച്ച് അങ്ങനെയൊക്കെയാണ് റേറ്റ് കൂടുന്നത്. മറ്റേതെല്ലായിടവും ഒരു റേറ്റ് അങ്ങനെ കണ്ടായിരുന്നു. അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് ചോദിച്ചപ്പോഴും നല്ല റേറ്റാണ്. അപ്പം പിന്നെ കൊറിയറിനാണ്. അപ്പം പോസ്റ്റ് ഓഫീസിലത്തേനേക്കായി റേറ്റ് ഇത്തിരി കുറവ് കൊറിയറിലായിരുന്നു. അപ്പോൾ ബെൻസിക്കും ആകെ ഇതിൽ അവിടെയും ബിസിനസ്സിനെ ബാധിക്കും. അത് കാരണം പല ആൾക്കാരും ഇപ്പോൾ ഈ ബോംബെ അങ്ങനെയൊക്കെ ഉള്ളൊരു വെളിയിൽ അങ്ങ് നമ്മുടെ ഇന്ത്യ വിട്ടുള്ളതാണ് വേറെ ഇതെന്ന് പറയുന്നത് പല ആൾക്കാരും പുട്ടുപൊടിയാണെങ്കിലും അങ്ങനെ അല്ലാത്ത പിക്കിളല്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കുമായിരുന്നല്ലേ, മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ അവർക്കൊരു 5-6 കിലോ ഉണ്ടെങ്കിൽ കൊറിയർ അയക്കുന്നതിനേക്കായി കുറവേ ആവത്തുള്ളായിരുന്നു അവർക്ക് പോസ്റ്റ് ഓഫീസ് വഴിയാകുമ്പം. അന്നേരം അവർക്കും അത് കുഴപ്പമില്ലായിരുന്നു, കസ്റ്റമറിനും കുഴപ്പമില്ലായിരുന്നു. ഇപ്പം ആകെ ഒരു ഇതിലിരിക്കുക. കസ്റ്റമറും എത്ര പോസ്റ്റ് ഓഫീസ് വെച്ച് വാങ്ങിക്കാതാകുമ്പോൾ ഇങ്ങനെ ഒരു എമൗണ്ട് വരുന്നുണ്ടെങ്കിൽ അവർക്കും ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഇവരുടെ ബിസിനസ്സിനെയും ബാധിക്കും. പലരുടെ ഈ പോസ്റ്റ് ഓഫീസ് വഴി ഇപ്പം അയച്ചുകൊണ്ടിരുന്നത് ഇവളെന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്ന ബിസിനസ്സുകാരുടെ എല്ലാം ബിസിനസ്സിനെ ബാധിക്കും ഇത്. അപ്പം ഞാനേ മുട്ടക്കറിയൊക്കെ റെഡി ആയായിരുന്നു. ചപ്പാത്തി വേണ്ടിയവർക്ക് ചപ്പാത്തി കൊടുത്തു. പിന്നെ കറി വെക്കുന്നത് മത്തങ്ങയും പയറും കൂടായിരുന്നു. ഇവിടുത്തെ സ്ഥിരമാണ് മോര്, മത്തങ്ങ, പയർ അങ്ങനെയൊക്കെയുള്ള കറിയാണ് സ്ഥിരം. അപ്പം ഉച്ചയ്ക്ക് ഇവർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാണ് ഇതൊന്ന് സെറ്റായത്. പ്രൈസൻ കഴിച്ചില്ല. പ്രൈസൻ കുറച്ച് കഴിഞ്ഞ് പ്രൈസനെ മൊബൈലിൽ ഇരിക്കുവാണെങ്കിൽ അവന് വിശപ്പില്ല. അത് ഞാൻ പിടിച്ച് വാങ്ങിക്കുമ്പം അവന് വിശക്കെന്നൊന്നും പറഞ്ഞ് വരും. അന്നേരം തോരൻ വെക്കുന്ന എന്തുവാന്നോ, കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ലേ മഴ ആയതുകൊണ്ട് പച്ചക്കറിയൊന്നും വാങ്ങിക്കാൻ പോകാൻ പറ്റിയില്ലെന്ന്. അപ്പം നമ്മുടെ ഈ താഴെ സൊസൈറ്റിയിൽ ഒരു പുള്ളിക്കാരൻ ഇരിപ്പുണ്ട്. അപ്പം പുള്ളിക്കാരൻ്റെ അങ്ങനെ ഒത്തിരി വലിയ പച്ചക്കറി നമ്മളിപ്പം മാർക്കറ്റിൽ പോയി വാങ്ങിക്കുന്നത് പോലെ വാങ്ങിക്കാൻ നമുക്ക് ഒക്കത്തില്ല. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അർജൻറ്റായിട്ട് നമുക്ക് എന്തെങ്കിലും വേണം. അപ്പം തോരൻ വയ്ക്കാനൊന്നും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞ് പോൾമോനൂടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ് ഈ കറിക്കായ ഉണ്ടല്ലോ നമ്മുടെ പൊന്തങ്ക പോലുള്ള അല്ലായിരുന്നു ഇത്. നമ്മുടെ ഈ റോബസ്റ്റ, ഇവിടെ റോബസ്റ്റ അല്ലല്ലോ കിട്ടുന്നത്, ആ പഴത്തിൻ്റെ കൂട്ടുള്ള പൊന്തങ്ക എന്ന് പറയുന്നത് ചെറുതല്ലേ, ഇത് നീളമുള്ള 3 എണ്ണം 20 രൂപ. അപ്പം ഞാൻ പറഞ്ഞ് ഒരെണ്ണം 10 രൂപ. ഞാൻ പറഞ്ഞ് നീ 4 എണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ അത് നേരത്തെ ഇവിടെ ഈ പിള്ളേർക്ക് ഇതൊന്നും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പം അത് ചെറുതായിട്ട് അരിയുവാണെങ്കിൽ പ്രൈസിനും ഇഷ്ടം, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇച്ചിരി സവാളയൊക്കെ അരിഞ്ഞ് ഇച്ചിരി തേങ്ങയൊക്കെ കൂട്ടിയിട്ട് എന്തുവന്നേലും ഒരിത്തിരി ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി. ഇവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് പച്ചക്കായും തോരൻ വാങ്ങിച്ചുകൊണ്ട് പോവാ. പിന്നെ പഴുത്ത പഴം, അതിൻ്റെ പഴം ഉണ്ടെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വന്നു. പഴം കൊണ്ടുവന്നതോ അത് വെറും പച്ച, പിറ്റേന്നെങ്ങാണേ പഴുക്കത്തുള്ളൂ. അവൻ അവിടുന്ന് എനിക്ക് ഫോൺ ചെയ്ത് ചോദിച്ചു, മമ്മി പഴം ഇച്ചിരി പഴുത്തയാ വേണോ? ഞാൻ പറഞ്ഞാൽ കൊണ്ടുപോകാമെന്ന്. പക്ഷേ ഇത്രയും പച്ചയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ആദ്യം ഞാൻ ചിന്തിച്ച് പയറൊന്ന് നമ്മൾ കറി വെക്കാൻ പയർ വേവിക്കുന്നുണ്ടല്ലേ, മത്തങ്ങയും പയറൂടെ, അപ്പോൾ അതിൻ്റെ അകത്തൊന്ന് ഇച്ചിരി പയറൂടെ ഇതിൻ്റെ അകത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാമെന്ന്. പിന്നെ ചിന്തിച്ചോ തോരൻ്റെ അകത്തും പയർ, കറിക്കകത്തും പയർ വേണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഇത് തന്നെ ഇട്ട്. പിന്നെ തോരൻ വെന്തണേ ലാസ്റ്റിൽ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച്. അപ്പോൾ നമ്മുടെ കാത്തോരൻ ഇവിടെ റെഡിയായി. പിന്നെ ഇനിയും കറിക്ക് ഞാൻ കടുകൂടെ വറുത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.